നമസ്കാരം. അപ്പോ ഓഹരി വിപണിയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ശേഖരിച്ച ഈ വിവരങ്ങളുണ്ടല്ലോ, അതിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഷെയർ മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോഴേ പലരുടെ മനസ്സിലൊരു പേടിയാണല്ലേ. ഉം, അയ്യോ, അതൊരു ചൂതാട്ടമാണ്, അല്ലെങ്കിൽ അവിടെ ഇട്ടാൽ പണം മുഴുവൻ പോകും എന്നൊക്കെയാണ് പൊതുവെ കേൾക്കുന്നത്. അതെ, ആ ഒരു പേടി സ്വാഭാവികമാണ്. കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ. അതെ, അത് നമുക്ക് ശരിക്കും അറിയാത്തൊരിടത്ത് കൊണ്ടുപോയിടാൻ ആർക്കും ഒരു മടിയുണ്ടാവും. പക്ഷെ അവിടെയാണ് അറിവും അറിവില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതായത് അതായത്, ഒന്നും പഠിക്കാതെ ആരോ പറയുന്നത് കേട്ട് പണം കൊണ്ടിട്ടാൽ അത് 100% ചൂതാട്ടമാണ്, സംശയമില്ല. ശരി. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ബിസിനസ് പോലെ ഇതിനെ സമീപിക്കുന്ന ഒരാൾക്ക് ഇതൊരു വലിയ അവസരമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം അതാണ്. ഈ പേടിയുടെ മതിൽക്കെട്ടൊന്ന് പൊളിച്ച് ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം, ഈ മാർക്കറ്റ് എന്ന വാക്കിൽ നിന്ന് തന്നെ. ആ, നല്ല തുടക്കം. ഈ വാക്ക് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷേ ഇത് നമ്മൾ ഈ മീൻ വാങ്ങാനോ പച്ചക്കറി വാങ്ങാനോ പോകുന്ന മാർക്കറ്റ് പോലെ സിമ്പിളായി ചിന്തിക്കാമോ? തീർച്ചയായും. അതിനേക്കാൾ ലളിതമായൊരു ഉദാഹരണമില്ല. എന്താ ഒരു പച്ചക്കറി മാർക്കറ്റിൽ നടക്കുന്നത്? അവിടെ വിൽക്കുന്നവരുണ്ട്, വാങ്ങുന്നവരുണ്ട്. അതെ, കർഷകർ പച്ചക്കറി വിൽക്കാൻ വരുന്നു, നമ്മളെപ്പോലുള്ളവർ അത് വാങ്ങാൻ പോകുന്നു. വിൽക്കുന്നവരും സെല്ലേഴ്സ്, വാങ്ങുന്നവരും ബയേഴ്സ് ഒത്തുചേരുന്ന ഒരിടം, അത്രയുള്ളൂ മാർക്കറ്റ്. ഓക്കേ. സ്റ്റോക്ക് മാർക്കറ്റും അടിസ്ഥാനപരമായി ഇത് തന്നെ. പക്ഷേ ഒരു സംശയം, പച്ചക്കറി മാർക്കറ്റിൽ ഇപ്പം തക്കാളിക്ക് ഒരു ദിവസം 50 രൂപയായിരിക്കും, അടുത്ത ദിവസം ചിലപ്പോൾ 100 രൂപയാവും. ഈ വിലമാറ്റത്തിന് പിന്നിൽ എന്താണ്? അവിടെ മാജിക് ഒന്നുമില്ല. ശുദ്ധമായ സാമ്പത്തിക ശാസ്ത്രം. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ആവശ്യകതയും ലഭ്യതയും. അതെ. മാർക്കറ്റിൽ ഒരുപാട് തക്കാളി വന്നാൽ, അതായത് സപ്ലൈ കൂടിയാൽ എന്ത് സംഭവിക്കും? വില കുറയും. കൃത്യം. ഇനി മഴ കാരണം കൃഷി നശിച്ച് കുറച്ചു തക്കാളിയെ മാർക്കറ്റിൽ വന്നുള്ളൂ എങ്കിലോ? ആൾക്കാർക്ക് തക്കാളി വേണം, പക്ഷേ സാധനം കുറവാണ്. അപ്പോൾ ഡിമാൻഡ് കൂടും, വിലയും കൂടും. എക്സാക്ട്ലി. ഇതേ തത്വം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും. ഇവിടെ പച്ചക്കറിക്കു പകരം കമ്പനികളുടെ ഷെയറുകളാണ് ഉള്ളതെന്ന വ്യത്യാസം മാത്രം. ഓ, അപ്പോ ഇൻഫോസിസ് പോലൊരു കമ്പനിക്ക് വലിയൊരു പ്രോജക്റ്റ് കിട്ടി എന്ന് വാർത്ത വന്നാൽ കൂടുതൽ ആളുകൾക്ക് ആ ഷെയർ വാങ്ങാൻ തോന്നും. അതെ, ഡിമാൻഡ് കൂടും. അപ്പോൾ ഷെയറിന്റെ വില മുകളിലോട്ട് പോകും, ശരിയല്ലേ? അതെ. നേരെ മറിച്ച് കമ്പനിക്കൊരു നഷ്ടം വന്നാൽ ആളുകൾ വിൽക്കാൻ തുടങ്ങും, സപ്ലൈ കൂടും, വില താഴോട്ടും വരും. ഇത്രയുള്ളൂ അടിസ്ഥാനം. കൊള്ളാം, അത് വ്യക്തമായി. അപ്പോൾ അടുത്ത പ്രധാന ചോദ്യം, ഈ ഷെയർ അതെന്താണ് സംഭവം? അതൊരു വെറും ഡിജിറ്റൽ നമ്പറാണോ? അല്ല, അതിന് യഥാർത്ഥത്തിലൊരു മൂല്യമുണ്ട്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ നോക്കാം. ശരി. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ABC എന്ന പേരിൽ ഒരു കോഫി ഷോപ്പ് തുടങ്ങണമെന്ന് വിചാരിക്കുക. അതിന് 1,00,000 രൂപ വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ അത്രയും പൈസയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 1,00,000 രൂപയെ 1000 രൂപയുടെ 100 കഷ്ണങ്ങളാക്കി മുറിക്കും. എന്നിട്ട് നമ്മുടെ 100 സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് 1000 രൂപ വീതം വാങ്ങുന്നു. ആ, കൊള്ളാം. അപ്പോൾ നമുക്ക് 1,00,000 രൂപ കിട്ടി, കോഫി ഷോപ്പ് തുടങ്ങാം. അവിടെ പണം കിട്ടിയെന്നതിലുപരി വേറൊരു പ്രധാന കാര്യം കൂടി സംഭവിച്ചു. ആ പണം തന്ന 100 പേരും ഇപ്പോൾ നമ്മുടെ കോഫി ഷോപ്പിന്റെ ചെറിയ ഉടമകളായി മാറി. ആഹാ. ആ, ബിസിനസിന്റെ മൊത്തം ഉടമസ്ഥാവകാശത്തിന്റെ 100-1 ഭാഗം അവർ ഓരോരുത്തർക്കുമായി. ആ ഉടമസ്ഥാവകാശത്തിന്റെ ഏറ്റവും ചെറിയൊരു യൂണിറ്റിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിക്കുന്നത്. അത് കയ്യിലുള്ള ആളാണ് ഷെയർ ഹോൾഡർ. കൊള്ളാം. അപ്പോൾ ഞാൻ റിലയൻസിന്റെ ഒരു ഷെയർ വാങ്ങിയാൽ സാങ്കേതികമായി ഞാനും ആ വലിയ കമ്പനിയുടെ ഒരു കുഞ്ഞൻ പങ്കാളിയാവുകയാണല്ലേ? തീർച്ചയായും. നിങ്ങൾ ആ കമ്പനിയുടെ ഒരു ഉടമയാണ്. ഒരു ഷെയറേ ഉള്ളൂ എങ്കിൽ പോലും കമ്പനിയുടെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാനും വോട്ട് ചെയ്യാനും നിങ്ങൾക്ക് നിയമപരമായി അവകാശമുണ്ട്. ഇത് കാര്യങ്ങളെ കാണുന്ന രീതി തന്നെ മാറ്റുമല്ലോ. ശരി, ഞാനിപ്പോൾ ഒരു കമ്പനിയുടെ ഉടമയായി. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി എന്തു ഗുണം? ഈ ഉടമസ്ഥാവകാശം എങ്ങനെയാണ് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമായി വരുന്നത്? അതിന് പ്രധാനമായും 2 വഴികളുണ്ട്. അതിൽ ആദ്യത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വഴിയാണ്. വില കൂടുമ്പോൾ വിൽക്കുന്നത്. അതിനെ പ്രൈസ് അപ്രീസിയേഷൻ എന്ന് പറയും. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിൽക്കുക. അതെ. നമ്മുടെ ABC കോഫി ഷോപ്പിന്റെ ഷെയർ നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങി എന്ന് വെക്കുക. നമ്മുടെ കട ഭയങ്കര ഹിറ്റായി, നല്ല ലാഭമുണ്ടായി.
അപ്പോൾ കൂടുതൽ ആളുകൾക്ക് നമ്മുടെ കമ്പനിയിൽ പങ്കാളിയാകാൻ ആഗ്രഹം തോന്നും. അവർ ഷെയർ വാങ്ങാൻ വരും. ഡിമാൻഡ് കൂടുമ്പോൾ 100 രൂപയുടെ ഷെയറിന് വില 150 രൂപ അയക്കാം. ആ സമയത്ത് ഞാനത് വിറ്റാലോ? നിങ്ങൾക്ക് ഒരു ഷെയറിന് 50 രൂപ ലാഭം കിട്ടും. ഇതാണ് ഏറ്റവും സാധാരണമായ രീതി. ശരിയാണ്. എന്റെ ആദ്യത്തെ ട്രേഡ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചെറിയൊരു ലാഭമായിരുന്നു, പക്ഷെ അന്ന് കിട്ടിയൊരു സന്തോഷം. സ്വന്തം പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്നൊരു തോന്നൽ. അതാണ് അതിന്റെ ഒരു ആവേശം. ഇനി രണ്ടാമത്തെ ഒരു വഴിയുണ്ട്. അതിന് നിങ്ങൾ ഷെയർ വിൽക്കുകയേ വേണ്ട. അതെങ്ങനെയാണ്? അതാണ് ഡിവിഡന്റ് അഥവാ ലാഭവീതം. ഡിവിഡന്റ്? അതെ. നമ്മുടെ കോഫി ഷോപ്പ് 1 വർഷം കൊണ്ട് 1,00,000 രൂപ ലാഭമുണ്ടാക്കിയെന്ന് കരുതുക. ഓക്കെ. ഉടമകൾ എന്ന നിലയിൽ ആ ലാഭം നമുക്കുള്ളതാണ്. അപ്പോൾ കമ്പനി തീരുമാനിക്കുകയാണ് ഈ ലാഭത്തിന്റെ ഒരു പങ്ക്, ഒരു 50,000 രൂപ നമ്മുടെ 100 ഷെയർ ഹോൾഡർമാർക്കും വീതിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഓരോ ഷെയർ ഹോൾഡർക്കും 500 രൂപ വീതം കിട്ടും. ഈ ലാഭവിഹിതമാണ് ഡിവിഡന്റ്. ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരും. കൊള്ളാം. ഇത് ശരിക്കും ഒരു ബോണസ് പോലെയാണല്ലോ. പക്ഷെ ഒരു സംശയം, എല്ലാ കമ്പനികളും ഇങ്ങനെ ലാഭം വീതിച്ചു കൊടുക്കുമോ? അതോ അത് നിർബന്ധമാണോ? വളരെ നല്ല ചോദ്യം. ഇല്ല, ഇത് നിർബന്ധമല്ല. ഡിവിഡന്റ് കൊടുക്കണോ വേണ്ടോയോ എന്നത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ തീരുമാനമാണ്. അപ്പോൾ ചില കമ്പനികൾ തരില്ലേ? തരില്ല. അതിവേഗം വളരുന്ന പല കമ്പനികളും ആ ലാഭം വീണ്ടും കമ്പനിയിൽ തന്നെ നിക്ഷേപിച്ച് കൂടുതൽ വളരാനാണ് ശ്രമിക്കുക. എന്നാൽ ടാറ്റ സ്റ്റീൽ പോലെയുള്ള വലിയ സ്ഥിരതയുള്ള കമ്പനികൾ ലാഭത്തിന്റെ ഒരു നല്ല ഭാഗം ഡിവിഡന്റായി നൽകാറുണ്ട്. ഓക്കെ. അപ്പോൾ ലാഭമുണ്ടാക്കാനുള്ള വഴികളും വ്യക്തമായി. ഇനി ഈ ഷെയറുകളൊക്കെ വാങ്ങാനും വിൽക്കാനും ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? പണ്ടത്തെ പോലെ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട കാര്യമില്ല. ഇന്ന് അതിനായി സർക്കാർ അംഗീകാരമുള്ള വലിയ മാർക്കറ്റുകളുണ്ട്. അതാണോ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ? അതെ. ഇന്ത്യയിൽ പ്രധാനമായും 2 എണ്ണമാണുള്ളത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് BSE, പിന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE. ഈ പേരുകൾ വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ കൂടെ വേറെ 2 പേരുകളും കേൾക്കുമല്ലോ, സെൻസെക്സും നിഫ്റ്റിയും. അതെന്താണ്? അത് പലർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു വലിയ സ്കൂളാണെന്ന് കരുതുക. അവിടെ ആയിരക്കണക്കിന് കുട്ടികളുണ്ട്, അതായത് കമ്പനികൾ. ശരി. എല്ലാ കുട്ടികളുടെയും പ്രകടനം എല്ലാ ദിവസവും നോക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? അതെ. അതിന് പകരം നമ്മൾ എന്തു ചെയ്യും? ആ സ്കൂളിലെ ഏറ്റവും മികച്ച 30 കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരുടെ മാർക്ക് നോക്കും. ആ ക്ലാസ് നന്നായി പഠിക്കുന്നുണ്ടെങ്കിൽ സ്കൂൾ മൊത്തത്തിൽ നന്നായി പോകുന്നുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. മനസ്സിലായി. ഈ മികച്ച 30 കുട്ടികളുടെ ക്ലാസ്സാണ് BSEയിലെ സെൻസെക്സ്. അതുപോലെ NSEയിലെ ഏറ്റവും മികച്ച 50 കമ്പനികളുടെ പ്രകടനമാണ് നിഫ്റ്റി 50. ഇവ വിപണിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം കാണിക്കുന്ന സൂചികകളാണ്, ഒരു റിപ്പോർട്ട് കാർഡ് പോലെ. കൊള്ളാം. വളരെ വ്യക്തമായി. അപ്പോ ആയിരക്കണക്കിന് കമ്പനികളെ നോക്കുന്നതിനു പകരം നിഫ്റ്റി നോക്കിയാൽ മാർക്കറ്റിന്റെ ഒരു പൊതുവായ മൂഡ് അറിയാൻ പറ്റും. അതെ. പണ്ടൊക്കെ ഈ ഷെയറുകൾ പേപ്പർ രൂപത്തിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ആളുകൾ ഈ എക്സ്ചേഞ്ചുകൾ നേരിട്ട് പോയിട്ടാണോ കച്ചവടം ചെയ്തിരുന്നത്? അതെ. ഷെയർ സർട്ടിഫിക്കറ്റുകൾ കൈമാറിയായിരുന്നു ഇടപാടുകൾ. ഒരുപാട് സമയമെടുക്കുന്ന സങ്കീർണമായ ഒന്നായിരുന്നു അത്. പക്ഷേ ഇന്ന് ഇന്റർനെറ്റ് വന്നതോടെ കഥയാകെ മാറി. എല്ലാം ഡിജിറ്റലായി. അതായത് എനിക്കെന്റെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോണിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണോ? നിസ്സംശയമായും. ഇന്ന് ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നത്ര എളുപ്പമാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും തുടങ്ങാൻ. ഡിമാറ്റ് അക്കൗണ്ടോ? അതെ. നമ്മുടെ ഷെയറുകള് ഡിജിറ്റലായി സൂക്ഷിക്കുന്ന ഒരു ലോക്കറാണെന്ന് വെച്ചോളൂ. ഈ അക്കൗണ്ടുകൾ തുറന്നാൽ ഒരു മൊബൈൽ ആപ്പ് വഴി ഇന്ത്യയിലെ ഏതു വലിയ കമ്പനിയുടെയും ഷെയറുകൾ നിമിഷനേരം കൊണ്ട് വാങ്ങാനും വിൽക്കാനും സാധിക്കും. അത്രയേറെ ലളിതമായ കാര്യങ്ങൾ. കൊള്ളാം. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നിന്ന് ഓഹരി വിപണിയുടെ ഒരു വലിയ ചിത്രം തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു സാധാരണ മാർക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് ഷെയർ, എങ്ങനെ ലാഭമുണ്ടാക്കാം, എവിടെയാണ് ഈ കച്ചവടം നടക്കുന്നത്, എന്തിന്, നിഫ്റ്റിയും സെൻസെക്സും വരെ നമ്മളും സംസാരിച്ചു. ചുരുക്കത്തിൽ വളരാൻ പണം ആവശ്യമുള്ള കമ്പനികളും തങ്ങളുടെ പണം വളർത്താൻ അവസരം തേടുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരും ഒരുമിച്ചു വരുന്നൊരു വലിയ ഡിജിറ്റൽ ലോകം. വളരെ കൃത്യമായി പറഞ്ഞു. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പല അടിസ്ഥാന സംശയങ്ങൾക്കും ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം കൂടി നമുക്ക് മുന്നോട്ട് വയ്ക്കാം, അല്ലേ? തീർച്ചയായും. നമ്മളിപ്പോൾ സംസാരിച്ചത് ഇനി മാർക്കറ്റിലുള്ള കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുന്നതിനെക്കുറിച്ചാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ABC കോഫി ഷോപ്പ് പോലെ
ഇതുവരെ മാർക്കറ്റിൽ വന്നിട്ടില്ലാത്ത ഒരു സ്വകാര്യ കമ്പനി. ഉം. അത് എങ്ങനെയാണ് ആദ്യമായി അതിന്റെ ഉടമസ്ഥാവകാശം പൊതുജനങ്ങൾക്ക് വിൽക്കാനായി ഈ വലിയ മാർക്കറ്റിലേക്ക് വരുന്നത്? ഒരു കമ്പനി പ്രൈവറ്റ് എന്നതിൽ നിന്ന് പബ്ലിക്കായി മാറുന്ന ആ ആദ്യത്തെ വലിയ ചുവടുവെപ്പ്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?